അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, പരസ്പരം ഇത് കണക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്, അതോ ഞാൻ പറയുന്നത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പറയേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എങ്ങനെ അത് പറഞ്ഞ് കണക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദയവായി കുറച്ച് ക്ഷമയോടുകൂടിയിരുന്നത് പൂർണ്ണമായിട്ട് കേൾക്കുക. കാരണം വീഡിയോ ഇട്ട അപ്പം തന്നെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. വീഡിയോ കാണുന്നതിന് മുന്നേ സെക്കൻഡുകൾക്കുള്ളിൽ ഇടുന്നുണ്ട്. അവരോടും കൂടെ ചേർന്ന് ഞാൻ പറയുക. കാരണം ഈ മോശം കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒന്നീ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മക്കളല്ലേ, നിങ്ങളുടെ കൂട്ടുകാരല്ലേ, നിങ്ങളുടെ അയൽപ്പക്കാർ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് ഒന്ന് ക്ഷമയോടുകൂടി കാണുക. ഒരു ജീവിതമൊക്കെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് കണ്ടിട്ട് പറയാനുള്ള എന്ത് വേണേലും പറഞ്ഞു. ഫാനിൻ്റെ ഒച്ച ഉണ്ടാവും. അതിവിടെ ചൂടായതുകൊണ്ടല്ല, ഞാൻ പറയുന്നത് പുറത്ത് കേൾക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. പുറത്ത് വീട്ടുകാരെല്ലാം ഇരിപ്പുണ്ട്. വീഡിയോ വരുമ്പോൾ എന്തായാലും വീട്ടുകാരെല്ലാവരും കേൾക്കും, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും, ഇപ്പം നമ്മളെ വെറുക്കുന്ന എല്ലാവരോടും, നമ്മളെ റിയാക്ഷൻ വീഡിയോയിലൂടെ ഇഷ്ടപ്പെട്ടുകൊണ്ടും വെറുത്തുകൊണ്ടും ഇരിക്കുന്ന എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങുകയാണ്. കാരണം ഞാനീ പറയാൻ പോകുന്നത് എത്രത്തോളം സെൻസിറ്റീവ് കാര്യമാണെന്നുള്ളത് ഞാൻ ദിവസങ്ങളോളം ഇരുന്ന് ആലോചിച്ചു. പറയാതിരിക്കാൻ വല്ല വഴിയുണ്ടോ, അതോ പറയണോ, ഇതെല്ലാം ഞാൻ ആലോചിച്ചു. അപ്പോൾ ചിലർ ചോദിക്കും, എന്നാൽ പിന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്തിനാ പിന്നെ ഇങ്ങനെ ആശുപത്രിയിലാന്നൊക്കെ പറയാൻ പോയത്. അപ്പോൾ ചിലർ ചോദിക്കും, ഇത് മറച്ചു വെച്ചൂടെ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചോട്ടെ, പിന്നെ ഞാനെന്നല്ല, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയയിലുള്ളവരിങ്ങനെ വന്നിരുന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാവരും അറിയുന്നത്. എന്ന് വെച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തവരുടെ എല്ലാം ജീവിതം വളരെ പെർഫെക്റ്റായിട്ടല്ലേ 100% നന്നായിട്ടാണ് പോകുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെട്ടുകൂടാ. കമൻറ്റിലൂടെ തന്നെ കൾച്ചർലെസ് ഫെലോസ് കാരണം നമുക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പറ്റി തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും എൻ്റെ വീട്ടുകാർക്കറിയാം, ചിലതൊന്നും എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല. ഈ വീഡിയോയിലൂടെ തന്നെയാണ് അവരറിയാൻ പോകുന്നതും. ഒച്ച കുറച്ച് കൂടുതൽ വെച്ച് നിങ്ങൾ കേൾക്കുക കേട്ടോ. എനിക്ക് ഒച്ച കൂട്ടി പറയാൻ പറ്റില്ല, അപ്പോൾ പറയാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങളോടുകൂടി തന്നെ തുടങ്ങട്ടെ. കാരണം പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ടീച്ചറല്ലേ എന്ന്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പല വീഡിയോയിലും ഞാൻ പറഞ്ഞു, ദയവേ തന്നെ ഒരു ടീച്ചറായിട്ട് കാണണ്ട. ഞാനിപ്പോൾ ടീച്ചറല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഞാനിപ്പോൾ ഒരു ടീച്ചറും അല്ല, ഞാൻ ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. ഒരുപാട് ഇമോഷനുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും, ടീച്ചർമാർക്ക് ഇമോഷൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ടീച്ചറല്ല, ഞാൻ പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിപ്പീര് കംപ്ലീറ്റായിട്ട് നിർത്തിയ ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് എപ്പോഴാണോ പഠിപ്പിക്കാൻ താല്പര്യം തോന്നുന്നത് അന്നേരം ഞാൻ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ കയ്യിലുള്ളൊരു അസറ്റാണ് എൻ്റെ വിദ്യാഭ്യാസവും എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസും. പക്ഷേ ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെ കരുതിക്കോ. കാരണം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കാണ്ടും വേണ്ടി തീർക്കേണ്ട ഒരു പ്രൊഫഷനാണ്, അല്ല ആർക്കാണ്ടും വേണ്ടി ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊഫഷനായിട്ട് കാണേണ്ടതല്ല ടീച്ചിങ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ദയവായി കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഞാൻ വലിയ ബോൾഡായ ഒരു വ്യക്തിയാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ കമൻറ്റിലൂടെ കാണുന്നതല്ലാണ്ട് ശരിക്കും ഞാൻ അങ്ങനെയല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ്. നിങ്ങളും സാധാരണ വ്യക്തിയാണ്, ഞാനും അതെ, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, ടീച്ചർ അല്ലെങ്കിൽ പോലും. കുറേ കാലം മുൻപേ എൻ്റെ പേരുള്ള ഏറ്റവും വലിയ അലിഗേഷനായിരുന്നു ഞാൻ ഭർത്താവിനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. എനിക്കെന്തോ കള്ളത്തരമുണ്ട്, അല്ലെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭർത്താവിനെ കാണിക്കാത്തത് എന്നായിരുന്നു പ്രശ്നം. ആ ബന്ധം അവസാനിച്ചു. ഇപ്പോൾ വീഡിയോയിൽ എൻ്റെ ഭർത്താവിനെ കാണിക്കുമ്പോൾ, അയ്യേ ഇതെന്താ ഒരുത്തരെ കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഭർത്താവിനെ കാണിക്കാതിരുന്നതും തെറ്റ്, ഭർത്താവിനെ കാണിച്ചതും തെറ്റ്. ഒരുപക്ഷെ ആ രീതിയായിരിക്കാം തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയത്. ഇതിൽ എന്താണ്, ഞാൻ ടീച്ചറായതുകൊണ്ട് റൊമാൻറ്റിക്കായിട്ട് എന്ന് ഞങ്ങൾ തന്നെ കരുതുന്ന, അല്ലെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന, വൾഗർ എന്ന് കരുതുന്ന വീഡിയോസ്, അതിലെന്താ കയ്യിൽ പിടിച്ചു അല്ലെ ചേർന്ന് നിന്നു എന്നുള്ളതൊന്നും ഓൾമോസ്റ്റ് എല്ലാ കപ്പിൾ വ്ലോഗിലുള്ള ആൾക്കാരും ചെയ്യുന്നതാണ്. നിങ്ങളൊരു ടീച്ചറല്ലേ എന്തിനിങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഭർത്താവിനെ കാണിച്ചതാണോ കാണിക്കാത്തതാണോ തെറ്റ്, ഒന്ന് ആ കാര്യം അതവിടെ നിൽക്കട്ടെ.
2, ഞാൻ പല ഇൻ്റർവ്യൂകളിലും വലിയ വലിയ മീഡിയകളിലും പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാട്ടിലുള്ളവരെ ഞാൻ സഹായിക്കുന്നത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ്, എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നിടത്തോളം ഞാനത് ചെയ്യും, എനിക്ക് പറ്റുന്നിടത്തോളം ഞാനത് ചെയ്യും. എനിക്ക് വേണ്ടെന്ന് തോന്നിയാൽ ഞാനത് നിർത്തും. അല്ലാണ്ട് ആജീവനാന്തം ഞാൻ അവരെ സഹായിച്ചുകൊണ്ടിരിക്കാം എന്ന് ഞാൻ എങ്ങും വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അത് അങ്ങനെ ഒരു കാര്യം. 2, ഞാൻ സഹായിക്കുന്നത് വീഡിയോ വഴി കാണിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണെന്നും പറഞ്ഞിട്ട് കുറച്ച് നാൾ മുന്നേ വലിയ പ്രശ്നമായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നു, ഞാൻ സഹായിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു എന്നുള്ളത്. ഇപ്പം കാണിക്കാണ്ടായപ്പം അത് അതിലും വലിയ പ്രശ്നം. അപ്പം ഞാൻ കാണിച്ചുകൊണ്ട് സഹായിച്ചതാണോ കാണിക്കാതെ സഹായിക്കുന്നതാണോ അതോ ഞാൻ ഇതൊക്കെ മറച്ചു വെക്കുന്നതാണോ പറയുന്നതാണോ, ഇതിൽ എന്താണ് എന്ന് എനിക്കോട് പിടികിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. ഭർത്താവിനെ കാണിച്ചാൽ കുറ്റം, കാണിച്ചില്ലേ കുറ്റം, സഹായിക്കുന്നത് കാണിച്ചാൽ കുറ്റം, കാണിച്ചില്ലേ കുറ്റം. ഇപ്പോൾ കുറച്ച് കമൻറ്റ് വരും, ബഹുജനം പലവിധം, അതുകൊണ്ട് ഇത് മൈൻഡ് ആക്കണ്ട, എന്തിനാ നെഗറ്റീവ് കമൻറ്റ് മാത്രം മൈൻഡ് ആക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ചില വീഡിയോസിൻ്റെ കമൻറ്റ്സ് വായിക്കാറുണ്ട്, ചില കമൻറ്റ്സ് ഒന്നും ഞാൻ വായിക്കാറേ ഇല്ല. ചിലർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്കിതെല്ലാം ആൾക്കാർ അയച്ചു തരുന്നതാണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ കുറച്ച് പേരെ ഞാനിപ്പോൾ അടുത്ത് 1-2 റിയാക്ഷൻ വീഡിയോസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, കാരണം ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കാരണം പറഞ്ഞില്ല. നിങ്ങൾക്കൊരു റിയാക്ട് ചെയ്യാനൊരു കണ്ടൻറ്റ് കിട്ടാത്തതായിരുന്നോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ റിയാക്ഷൻ വീഡിയോ ഹോസ്പിറ്റലിലാണെന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു? അതായിരുന്നു എനിക്കെതിരെയുള്ള മറ്റൊരു പ്രശ്നം. ഹോസ്പിറ്റലിലാണെന്ന് പറയേണ്ടായിരുന്നു മോളെ, ഞങ്ങൾക്കതൊരു വിഷമമാണ് കേൾക്കുന്നതെന്ന് പറയുന്നത് പോസിറ്റീവ്. മറ്റൊരു വഴിക്ക്, വേറൊരു വഴിക്ക് നിങ്ങൾ ഹോസ്പിറ്റലിലാണെന്ന് എന്തിനാണ് പറയുന്നത്, വേറെ എവിടെയായിരുന്നു ഇങ്ങനെ അങ്ങനെ വല്ലതും പറഞ്ഞൂടെ എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഹോസ്പിറ്റലിൽ കുറേ ദിവസം അഡ്മിറ്റായിരുന്നു. അവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. ഇവരൊക്കെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നതാണ്, ഇവരുടെ പേരൻസ് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ചുമ്മാ വന്നിരുന്നുണ്ട് ഞാൻ ഇന്നടത്ത് ട്രിപ്പ് പോയതാ, അല്ലെ ഞാൻ വീട്ടിലുണ്ട്, അല്ലെ ഞാൻ ഹോസ്പിറ്റലിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ കാര്യവും പറയും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പറയുന്നത് പരമാവധി ഞാൻ സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും പോലെ ചില സമയങ്ങളിൽ നമുക്ക് സത്യം മറച്ച് വെക്കേണ്ടി വരും, കള്ളം പറയേണ്ടതായിട്ട് വരും. ഞാൻ നിൽക്കുന്ന ആശുപത്രിയിൽ, ഞാനല്ലേ അഡ്മിറ്റായ ആശുപത്രിയിൽ എന്താണ് കാരണമെന്നറിയാവുന്ന ഒരുപാട് സ്റ്റാഫ് നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുമ്പോൾ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ പിന്നെ വേറെന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ ഇട്ട് ഈ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനത് പറയാം. പക്ഷെ അത് പറയാൻ എനിക്ക് കുറച്ച് ടൈം വേണം. ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പിന്നീട് ഞാൻ ഇറങ്ങിയിട്ട് പറയാമെന്ന്. ഞാനത് പറയാത്തതായി അതിലും വലിയ കുറ്റം. ഇനിയുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു പക്ഷേ നാളെ ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാം, എൻ്റെ വീട്ടുകാർക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാം, ഇതിൻ്റെ പേര് ഞാൻ എന്തെല്ലാം ഇനി ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് ചുറ്റും നടക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഒന്ന് പോസിറ്റീവ് കമൻറ്റ്സ് സാധാരണയായിട്ട് വരും, നെഗറ്റീവ് കമൻറ്റ് വരും, തീർച്ചയായിട്ടും വരും. കൂടുതൽ നമ്മളെ കുത്തി നോവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വരും. ഞാൻ കമൻറ്റുകൾ വായിക്കില്ല. അതിന് പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി. ഇപ്പോൾ ഞാനിടുന്ന ഈ വീഡിയോയുടെ കമൻറ്റ് ഞാൻ വായിക്കില്ല. തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാർ വായിക്കും, കുഞ്ഞാവ് വായിക്കും, അറിയത്തില്ല, വായിക്കുമായിരിക്കും, കൂടെയുള്ളവരൊക്കെ വായിക്കുമായിരിക്കും, പലരും എനിക്ക് ഷെയർ ചെയ്യുമായിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ പോസിറ്റീവായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നവരെന്നെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതിനു മുന്നേയും പലരും പല തരത്തിൽ തീരുമാനങ്ങളെടുത്ത് എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതം പ്രചോദനമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന പോലെ നല്ല കാര്യം പറയാൻ മാത്രമല്ല ആൾക്കാർ വിളിക്കുക, ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ആൾക്കാർ വിളിക്കാറുമുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. അല്ലാണ്ട് നമ്മൾ നെഗറ്റീവ് മാത്രമല്ല എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തൊട്ടുള്ള കാര്യം, കുറച്ച് കാര്യം. കാരണം കുറേ പേരിങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ മോശമായിട്ട് പറയാറുണ്ട്.
ഇപ്പോൾ അടുത്ത സമയങ്ങൾ തൊട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ വീട്ടുകാർക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന എൻ്റെ സ്വന്തം തെറ്റുകളും സ്വന്തം ശരികളുമാണ്. ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തത് ഒരിക്കലും നമ്മൾ ആരും വീട്ടുകാരെ അറിയിച്ചുകൊണ്ടായിരിക്കില്ല തെറ്റുകൾ ചെയ്യുന്നത്. ശരിയാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ കൊട്ടിഘോഷിക്കും. ചെയ്യുന്ന പല മോശം കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഫെയർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചാടിക്കയറി ആദ്യ ദിവസം തന്നെ വീട്ടുകാരോട് പറയത്തില്ല. നമ്മളത് മറച്ചു വയ്ക്കത്തേ ഉള്ളൂ. വീട്ടുകാർക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ചുരുക്കം ചില ആൾക്കാരേ ഉള്ളൂ വീട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും ശരി ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ ഇത് പറയണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ചോദിച്ചത് കുഞ്ഞാവയോട് മാത്രമാണ്. ഇനി കുഞ്ഞാവെ അറിയാത്തവരോട് പറയാം, എൻ്റെ ഭർത്താവിനോട് മാത്രം, അതായത് എൻ്റെ രണ്ടാം ഭർത്താവ്, ഇപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെ, ഭർത്താവിനോട് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടേടി, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അത് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീ ധൈര്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഏതായാലും എന്നോട് ആരും ചോദിച്ചുകൊണ്ട് വരത്തുമില്ല, വന്നാലും എന്ത് പറയണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നത് കുഞ്ഞാവ തന്നെയാണ്. പിന്നെ വേറെ ആരോടും ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല. അതായത് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ എന്തുകൊണ്ടാണ് ആശുപത്രിയിലായത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പിന്നിലേക്കുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ആദ്യ ഭർത്താവിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. പിന്നീട് ചോദിക്കരുത് എന്തിനാണ് ഇപ്പോൾ അയാളെ വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടിടുന്നതെന്ന്. കാരണം ഇപ്പോൾ പുള്ളി നിരന്തരമായിട്ട് എന്നെയും വിളിക്കാറുണ്ട്, കുഞ്ഞാവനെ വിളിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് ചോദിക്കും, നിങ്ങൾക്ക് നമ്പർ ബ്ലോക്ക് ചെയ്തുകൂടെ? നീ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്യും? ഏതൊക്കെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യും? നമ്മുടെ നമ്പർ മാറണം. ഞാൻ കൃഷിയും മുട്ട കച്ചവടവും അങ്ങനെ പല ബിസിനസ് കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ നമ്പർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ നിൽക്കും. ഞാൻ നമ്പർ മാറ്റിയിട്ട് പിന്നെയും വിളിച്ച് ഞാൻ ആർക്കെങ്കിലും ചുറ്റിനുള്ളവർക്കൊക്കെ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെയും ചുറ്റിനുമുള്ള ആരുടെയിലുമൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങരുടെ കയ്യിലേക്ക് ഈ നമ്പർ എത്തും. നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാരായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ട്. അവിടുന്ന് എവിടുന്നെങ്കിലുമൊക്കെ ഈ നമ്പർ പോകും. മാത്രമല്ല ആദ്യകാലം തൊട്ടേ കുഞ്ഞാവയ്ക്ക് ഒരു ഫോൺ നമ്പറേ ഉള്ളൂ. എന്തിന് എൻ്റെ ഈ ഒരു കാരണം കൊണ്ട് കുഞ്ഞാവ് ആ ഫോൺ നമ്പർ മാറ്റണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഏതൊക്കെ നമ്പറിൽ നിന്ന് പുള്ളി വിളിക്കുന്നോ ആ നമ്പരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. പുള്ളിയുടെ നമ്പർ 1 2 3 4 5 എന്നും പറഞ്ഞ് ഇങ്ങനെ സേവ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. ഏതൊക്കെയോ നമ്പറിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ തവണ കോൾ വന്നു. വലിയ കാര്യത്തിൽ ഞാൻ കണ്ടൊരു കമൻറ്റ് കണ്ടു, അയാൾ വിളിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ എന്ന്. അങ്ങനെ തീരുന്നൊരു പ്രശ്നമാണ് നമ്മൾ തീർത്തിട്ടുണ്ടാകത്തില്ലേ. പിന്നെ എനിക്കിപ്പോൾ പുള്ളീനെ പറ്റി പറയേണ്ടതായിട്ട് വരുന്നത് എൻ്റെ അസുഖകാര്യം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച് അതിൽ നിന്നും കരകയറിയ സിറ്റുവേഷനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പുറകോട്ട് പോവാണ്ട് എനിക്ക് വേറെ വഴിയില്ല. എന്നെ ജോലിക്ക്, അതായത് എൻ്റെ PG കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ്, അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത്. 1-2 ഘട്ട ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്തെടുത്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി. അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു, ആലോചിച്ചു. ഞാൻ അപ്പോൾ കാരണം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണ്. അപ്പം തിരിച്ച് എന്നോട് പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാനും കരുതി. അത് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഒരു ഡിഗ്രി അല്ലെ ഒരു PG കഴിഞ്ഞ ഒരു പെൺകുട്ടി അന്നേരത്തെ മെൻറ്റാലിറ്റിയിൽ എന്താണോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു പ്രണയത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജോലി ആ വഴിക്ക് നടക്കുന്നു, സ്നേഹബന്ധം ഈ വഴിക്ക് നടക്കുന്നു. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യമാണല്ലോ. എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണ്, എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് തിരിച്ച് പറയുന്നതും. എൻ്റെ അന്നേരത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, അന്നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഒരു ഡൗട്ടും ഇല്ല. എൻ്റെ വിചാരം എല്ലാവരും പറയുന്നത് സത്യമാണ്. നമ്മൾ ഈ കുത്തിക്കിഴിച്ച് നോക്കുന്ന പരിപാടിയില്ല. നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളോട് പറയുന്ന സത്യമാണ് എന്നൊരു വിചാരമുണ്ടല്ലോ. ഇപ്പം മുൻകാല പ്രണയത്തെ പറ്റി പറഞ്ഞു വരുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞു, എല്ലാം സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നു. വീട്ടുകാരെ എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. വീട്ടിലെ അവസ്ഥ അത് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ആളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ പുറത്തു വന്നു തുടങ്ങി. അതായത് ഒരു ടോക്സിക് റിലേഷൻ എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ ആരുടെ മിണ്ടാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ ഒരുങ്ങാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാനാണെങ്കിൽ നല്ലോണം വർത്തമാനം പറയും.
പിന്നെ ഞാൻ വർത്തമാനം അങ്ങ് ഒതുക്കി. എനിക്കറിയാം ഞാൻ ഈ പറയുമ്പോൾ ഇതേ അവസ്ഥയെ കൂടെ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ടോക്സിക് ഇതേപോലെ അനുഭവിക്കുന്ന ആൺകുട്ടികളും ഉണ്ടാവും. നല്ല രീതിയിൽ പൊസസീവായ പെൺകുട്ടികളാണ് ജീവിതത്തിൽ വരുന്നതെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന ആൺകുട്ടികളുണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നവരുമുണ്ട്. ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയരുത്. ഞാൻ പറയുന്ന എൻ്റെ അനുഭവമാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്രതീക്ഷിതമായി പുള്ളി എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ആകെ അങ്ങ് ഷോക്കായിപ്പോയി. കാരണം വീട്ടിൽ നിന്നും നമ്മളെങ്ങനെ തല്ലേണ്ട അവസ്ഥയോ കാര്യമൊന്നും വന്നില്ല, ഒരു കാരണമില്ലാണ്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പുള്ളിക്ക് കിട്ടിയല്ലോ. പിന്നെ എല്ലാ കാര്യത്തിലും ഉപദ്രവമായി. എനിക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. അതായത് അത് ഇപ്പോൾ പലർക്കും തോന്നും നിങ്ങൾക്ക് എന്താ പിന്നെ അന്നേരം കളഞ്ഞാൽ പോരായിരുന്നു, അന്നേരം അങ്ങ് വേണ്ടാന്ന് വെച്ചപ്പോൾ. എനിക്കതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. എനിക്കൊരു തരം സഹതാപമായിരുന്നു. പിന്നെ എനിക്ക് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്രയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇവർ ഈ ടോക്സിക് റിലേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഉപദ്രവിക്കും, വായി തോന്നി എല്ലാം പറയും. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ കരഞ്ഞ് കാല് പിടിക്കുക, മാപ്പ് പറയുക, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. നമ്മൾ അതിൽ വീണു പോകും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് സഹതാപമായിരുന്നു. കാരണം പുള്ളിക്ക് അവർ 3 ആൺകുട്ടികളാണ്. മറ്റ് 2 ബ്രദേഴ്സ് പുറത്ത് സെറ്റിലായി. പിന്നെയുള്ള അമ്മയാണ് നാട്ടിൽ. പുള്ളിയോട് ഈ ബ്രദേഴ്സൊന്നും മിണ്ടില്ല, അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ കാര്യങ്ങളോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേറെ റിലേറ്റീവ്സുമായിട്ടൊന്നും ഒരു ഇതുമില്ല, ഫ്രണ്ട്സുമായിട്ടൊന്നുമില്ല. അപ്പോൾ ഒറ്റയാണ്. അപ്പം ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളി തനിച്ചായി പോവുമല്ലോ എന്നുള്ള എൻ്റെ ഒരു സഹതാപം, അതാണ് എന്നെ കൂടുതലും എന്നെ പുള്ളിയുടെ കൂടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ ഫുഡിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ട് നേരെ തറയിലങ്ങ് തല കറങ്ങി വീഴുമ്പോൾ ഞാനും അയാൾ മാത്രമേ ഉള്ളൂ. ഇയാൾ എന്ത് ചെയ്ത് തല കറങ്ങി വീഴുക, എന്നെ ഒരുപാടങ്ങ് തൊഴിച്ചു, കാല് വെച്ച് തൊഴിച്ച് ചവിട്ടി. എനിക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തല ഇറങ്ങി വീണു, ഛർദ്ദിച്ചു. എന്നെ നല്ലപോലെ ഒരു ദിവസം ചവിട്ടി അങ്ങ് ശരിയാക്കി. ചവിട്ടി ഭിത്തിക്കങ്ങ് ചേർത്ത് വയറ്റിലും മേത്തും ഒക്കെ കുറേ അങ്ങ് ചവിട്ടി. എന്നിട്ട് അപ്പോൾ എനിക്ക് മേല് മൊത്തം ചതവും വേദനയൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ പിന്നെ വർക്ക് ചെയ്യണമല്ലോ, സ്കൂളിൽ പോകണമല്ലോ, ലീവ് എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളെന്ത് ചെയ്തു, എനിക്ക് പെയിൻ കില്ലർ തന്നു, വേദന മാറാൻ വേണ്ടി. മാപ്പൊക്കെ പറഞ്ഞു, പെയിൻ കില്ലർ തന്നു. പിന്നീട് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതൊരു സ്ഥിര സംഭവമായി. ഉപദ്രവിക്കും, മാപ്പ് പറയും, പെയിൻ കില്ലർ തരും, ഞാനിത് കഴിക്കും. പിന്നീട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇതൊരു തരം അഡിക്ഷനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതായത് എന്നും ശരീരവേദന, എന്നും ഈ പെയിൻ കില്ലർ തന്നെ, ഇത് തന്നെ സംഭവം. അങ്ങനെ ഇത് ഒരു 1-2 ദിവസമല്ല, വർഷങ്ങളോളമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ്. പിന്നെ നമുക്ക് ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ പറ്റാണ്ടായി, 2 എണ്ണമായാൽ പറ്റാണ്ടായി. അത് വല്ലാത്തൊരു തരം സ്വഭാവമായത്. അപ്പോൾ പലർക്കും നോക്കുമ്പോൾ തോന്നും ഞാനാണ് പുള്ളിയെ ഉപേക്ഷിച്ചതെന്ന്. പക്ഷെ അങ്ങനെയല്ല, പുള്ളിയാണ് എന്നെ ഉപേക്ഷിച്ചത്. അതായത് പുള്ളീനെ പലതവണ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഏകദേശം ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക്, ഞങ്ങൾ പിരിയുന്നത് 2023 അതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ അറിയുന്നു ഇദ്ദേഹം എന്നിൽ നിന്നും വലിയൊരു കാര്യം മറച്ചു വെച്ചിരുന്നു എന്ന്. അതായത് എനിക്കതിപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഞാനത് പറയുമ്പം വേറെ രീതിയിലെത്തുമോ, അതോ ഇതിനിടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, വർഷങ്ങളായിട്ട് ഞാൻ പെയിൻ കില്ലറിന് ഒരു അടിമയായി എന്ന് തന്നെ പറയാം. എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും, അല്ല രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ശരീരം മുഴുവൻ വേദന എടുക്കും. എനിക്ക് പെയിൻ കില്ലർ കഴിക്കാൻ ഇല്ലാണ്ട് പറ്റില്ല. എനിക്ക് ഏതെങ്കിലുമൊക്കെ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരും. അത് എങ്ങനെ എത്രയെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിക്കൊണ്ടേയിരിക്കുക ഞാൻ. അതിനിടയ്ക്കാണ് ഇയാൾ പിന്നെയും മദ്യപാനം, ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, ഇങ്ങനെയൊക്കെ വരുന്നു. യൂട്യൂബിൽ നിങ്ങൾ ഓർത്തോണം, ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വീഡിയോ ഇട്ടു, എത്രയോ നാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വീഡിയോയിലെങ്കിലും പുള്ളിയുടെ മുഖം കാണിച്ചു. ഞാൻ തന്നെ ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല, എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ
പറ്റുന്നില്ല എന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ ഞാനും കാരണം എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ ഒരു വ്യക്തി വരാതിരിക്കുമോ? അത്രയ്ക്കും ഇപ്പം എന്താണ് തൻ്റെ അത്ര ബ്യൂട്ടി കോൺഷ്യസ് ആണോ, ഇനിയിപ്പോൾ ഞാൻ ഇനി കൊള്ളാഞ്ഞിട്ടാണോ ചേരാഞ്ഞിട്ടാണോ അങ്ങനെ വല്ല സംശയം ഉള്ള വ്യക്തിയാണോ എന്തൊക്കെ ഇങ്ങനെ പല ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെക്ക് ചെയ്യലോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. പക്ഷെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോണ് എനിക്ക് എന്തോ പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് മെയിലിൽ നിന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് ഫോൺ അവിടെ വെച്ചു. ആളുടെ ഫോണിന് എൻ്റെ കയ്യിൽ എനിക്ക് ലോക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ 2 കുട്ടികൾ, അതായത് ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ്, നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക്. അപ്പം നമ്മൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നൊക്കെ വന്ന സമയമാണ്, 2ാമത്തെ ട്രിപ്പ് വന്ന സമയമാണ്. ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് പുള്ളിക്ക് ബോധം വന്ന് ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് വന്നു പറഞ്ഞിട്ട് പുള്ളി നോർമലായിട്ടില്ല കേട്ടോ. പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അത് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്ക് മണമൊന്നും വരത്തില്ല, കള്ളിൻ്റെ മണമാട്ടെ ഇങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ ആൾ നോർമലല്ല. ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നെന്നും ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ്. അതായത് 2 ആൺമക്കൾ, അത് ഭാര്യ. അതായത് പുള്ളി ഓൾറെഡി മാരീഡായിരുന്നു. ഇവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു, അതിന് എന്തോ മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള, മെൻ്റലി റിട്ടാർഡഡ് ആയിരുന്നു, അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ്. അവർ മധ്യപ്രദേശിലോ മറ്റോ ആയിരുന്നു ആ സമയത്ത്. അവിടെ വെച്ച് മരിച്ചു. അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ അടക്കിയത്. അത് കഴിഞ്ഞുള്ള 2 ആൺകുട്ടികളാണിത്. ഇവർ ലീഗലി ഡിവോഴ്സാണെന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. 8 വർഷത്തോളം ഞാൻ അറിയാതെ പോയ ഒരു രഹസ്യം. അപ്പോൾ ഇപ്പം മക്കൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവത്തില്ലേ? ആൾക്ക് പ്രായം ഉണ്ടായിരുന്നു, കണ്ടാത്ര പ്രായം തോന്നത്തില്ലെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുമ്പോഴും ആൾക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നതാണ്. പ്രായമൊന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആകെ എനിക്കെന്ത് പറയണമെന്നറിയത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ അച്ചാച്ചി, എൻ്റെ അമ്മ, അണ്ണാണി, വീട്ടിലുള്ളവരെല്ലാം, അതായത് കുഞ്ഞാവയും കണ്ണൂരമ്മും ഒഴികെ, പിന്നെ കുറച്ച് ആളുകൾ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരുമിച്ച് നേരത്തെ ജോലി ചെയ്ത കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അന്ന് ജോലി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സ്ത്രീയും, അതായത് ഇയാളുടെ ആദ്യ ഭാര്യയും ടീച്ചറായിരുന്നു. അപ്പോൾ അന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തവരെ ഞാൻ പിന്നീട് പരിചയപ്പെടാനിടയായി. അപ്പോൾ അവരെനിക്ക് അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞു. അങ്ങനെ വളരെ ചുരുക്കം, അതായത് നിങ്ങൾ കണ്ടിട്ടുള്ളവയിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളവയിൽ കണ്ണൂരമ്മൂനും കുഞ്ഞാവയ്ക്കും ഒഴികെ വേറെ ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ ഈ നിമിഷം വരെ ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉള്ള കാര്യം. അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞു, ഇവിടെ വീട്ടിലെങ്ങും പറയരുത്, ആരടുത്തും പറയരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാണ്ടായിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കള്ളുകൂടി ഉപദ്രവം എല്ലാം സഹിച്ചു വന്നിട്ടും ഇങ്ങനെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ അടുത്ത്, അല്ലെ ഭാര്യയുടെ അടുത്ത് ഇത്രയും വലിയൊരു കള്ളത്തരം കൊണ്ടു നടന്നു എന്നുള്ളത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ഞാനിത് അറിഞ്ഞതും ഇനിയും പുള്ളി ഒറ്റ കണ്ടീഷനിൽ എനിക്കെന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പുള്ളീനെ മാറ്റുന്നതും കുഞ്ഞാവ് വരുന്നതും കൂടെ നിൽക്കാൻ. കാരണം എന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഞാനിനി കൂടെ നിൽക്കരുത്, കാരണം പുള്ളിക്ക് ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ, ആരോഗ്യമുള്ള ഏതെങ്കിലും ആണുങ്ങൾ ആരെങ്കിലും വരണമെന്ന്. അങ്ങനെ ഞാൻ കണ്ണൂരമ്മൂനോട് കാര്യം പറഞ്ഞ് അങ്ങനെയാണ് കുഞ്ഞാവ വരുന്നത് അവിടെ. ഇതിലാലൊന്നും കുഞ്ഞാവയുടെ അടുത്ത് കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഞാൻ പുള്ളിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് പുള്ളിയോട് ഞാൻ പറയുന്നത്, ഇനി മദ്യപാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ല, ഇനി ഉപദ്രവം സഹിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിക്കുള്ളിൽ ഇനി ഞാൻ എന്ത് സഹിക്കണം? അതായത് ക്ഷമയുടെ എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് സഹതാപമില്ല,
എനിക്ക് സ്നേഹം തോന്നുന്നില്ല, എനിക്ക് വെറുപ്പ് തോന്നുന്നില്ല, എനിക്ക് ഒന്നും തോന്നുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുറച്ച് വർഷം മുന്നേ നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുന്നേ ഭാര്യ മക്കളും ഉണ്ടായിട്ട് നിങ്ങളോടത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ക്ഷമിക്കും? എത്ര പേര് നിങ്ങളിത് ക്ഷമിക്കും? അത് പോരാഞ്ഞിട്ട് ആജീവനാന്തം നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, നമ്മളിതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഓർത്തോണം, ഞാൻ വർഷങ്ങളോ പിന്നീട് ഞാൻ ആലോചിക്കും, ഞാൻ എന്തൊരു മണ്ടിയാണ്. ഇയാളെന്നെ എന്തെല്ലാം ഉപദ്രവിക്കുന്നു, എന്തെല്ലാം സംശയിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഞാൻ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല. പക്ഷേ ഇതിലൊക്കെ നമ്പർ 1 കൂടെ നിന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ആദ്യകാലം തൊട്ടേ എന്നോട് ഫോൺ വിളിക്കും, ഒരിക്കൽ പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അവന് പണ്ടൊരു അഫെയർ ഉണ്ടായിരുന്നു, ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാണ്ട് ഒന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞാവ് വന്നു, ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ അന്ന് എന്നെ പുള്ളി വല്ലാണ്ട് ഉപദ്രവിച്ച് അന്ന് കുഞ്ഞാവേയും അണ്ണാണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവർ ഇടപെട്ടു. അങ്ങനെയാണ് പുള്ളിയുടെ അമ്മയെ വിളിക്കുന്നു, ഇവർ പോകുന്നു. ഞാൻ കൊണ്ട് നേരെ SP ഓഫീസിൽ കൊണ്ടുപോയി ഡയറക്റ്റ് ഞാൻ കേസ് കൊടുത്തു. എനിക്കിനി കാരണം ഞാൻ അവിടെ കൊണ്ട് നിർത്തി. ഇനി എന്തിൻ്റെ പേരിൽ എനിക്ക് സഹതാപം തോന്നണം? കാരണം ഈ ഭാര്യ മക്കളും ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഞാൻ ക്ഷമിച്ചിട്ട് കൂടെ ഞാൻ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല. എന്തിനാണ് അവർ പിരിഞ്ഞതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു സമയം ഞാൻ ഈ കാര്യം അറിയുന്ന സമയത്ത് മറ്റോ പുള്ളിക്കാരി ഒരു സ്കൂളിൽ വൈസ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുവാണെന്നാണ് എന്നോട് പറഞ്ഞത്. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. അവരുടെയൊക്കെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം എനിക്കറിയാം. പിന്നെ ഞങ്ങളെ ലീഗലി മാരി ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ആദ്യകാലം തൊട്ടേ എന്തോ എൻ്റെ ഒരു നല്ല ആകെ ജീവിതത്തിൽ ഞാൻ ആ ഒരു റിലേഷനിൽ ചെയ്തൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി ആദ്യകാലം തൊട്ട് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ അതൊരു കാരണമായിട്ടല്ല പറഞ്ഞ്, നമുക്ക് നിയമപരമായിട്ട് ഇപ്പം ലീഗലി കല്യാണം കഴിക്കണ്ട, രജിസ്റ്റർ ചെയ്യണ്ട. അത് പറഞ്ഞ പാടെ പുള്ളി സമ്മതിച്ചു. അപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പുള്ളി ഓൾറെഡി മാരി ചെയ്തത് കൊണ്ടാണ് ഇത് വേണ്ട, ലീഗലി ചെയ്യണ്ട എന്നുള്ള കാര്യം പുള്ളി സമ്മതിച്ചെന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. ഒരിക്കൽ പോലും പുള്ളി എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. ഞാനും എന്നെങ്കിലും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ തോന്നും, ഇത് ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നാൽ അത് നാളെ ഒരിക്കൽ ഒരു ബാധ്യത 2 പേർക്കും പരസ്പരം ആവരുത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 2023 ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷമുള്ള ഈ 2 വർഷവും അയാൾ പോയി, അയാളുടെ ഓർമ്മകൾ പോയി, പക്ഷേ എൻ്റെ ശരീരത്തെ വേദനയും പോയിട്ടില്ല. എനിക്ക് ഈ പെയിൻ കില്ലർ കഴിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. ഞാൻ അന്ന് തൊട്ട് ഈ 2 വർഷം വരെയും എനിക്ക് ശരീരവേദന, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം മനസ്സിലാക്കുന്നില്ല. ഞാൻ ശരീരവേദന ഉള്ളത് കൊണ്ടാണോ ഈ മരുന്ന് കഴിക്കുന്നത്, അതോ ഞാനിതിനി അടിമപ്പെട്ടു പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതായത് എൻ്റെ ജീവിത പങ്കാളി ഇതിനു മുന്നേ എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് മരുന്നായിട്ട് തന്ന ഗുളികകൾ, അതാണ് ഞാൻ പറഞ്ഞ വേദന സംഹാരി, വേദന മാറ്റാൻ വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നു, നമ്മൾ കഴിച്ചു. അത് അങ്ങ് ശരീരത്തിൽ അഡിക്ഷൻ പോലെ അങ്ങായിപ്പോയി. അപ്പോൾ ഈ ഒരു 2 വർഷം എന്നെക്കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. 2 തവണ ഒരാശുപത്രിയിൽ പോയി, പറ്റിയില്ല, എന്നെക്കൊണ്ട് നിർത്താൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറേ ദിവസം ഒരാശുപത്രിയിൽ സത്യം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സിസ്റ്റർമാരുടെ ഒരു ആശുപത്രിയിൽ പോയി, സത്യം പറഞ്ഞാൽ ഒരു ജയിൽ പോലെയുള്ളവരിടത്ത് അടച്ചിട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരിടത്ത് അവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള ആ ഒരു, അതായത് ശരീരത്തെ വേദന മാറി, വേദന എൻ്റെ ശരീരത്തില്ല എന്നുള്ളത് എൻ്റെ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണോ അതോ എൻ്റെ ശരീരത്തിൽ നിന്ന് വേദന എടുത്ത് മാറ്റിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. കുറേ ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു. അത് ആശുപത്രിയല്ല, ശരിക്കും പറഞ്ഞ ഒരു ജയിൽ തന്നെയാണ്. എനിക്കത് പറയുന്നതിൽ യാതൊരു നാണക്കേടുമില്ല. എന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവും ഇങ്ങനെ മരുന്ന് കഴിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞ്, ടോക്സിക് റിലേഷനിലുള്ള ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഓർക്കും അവർ നമ്മളെ ചിലപ്പോൾ കൊല്ലും, അല്ലെ നമ്മളില്ലെങ്കിൽ അവർ പാവം എന്ത് ചെയ്യും, അയ്യോ നമ്മളൊരു ബന്ധത്തിൽ പെട്ടുപോയല്ലോ, അല്ലെ ഇനി ഇവർ തന്നെ നമ്മുടെ അടുത്ത ബന്ധം, നമ്മൾ ഇനിയൊരു ജീവിതം നമുക്ക് ഉണ്ടാവില്ല, ഉണ്ടായാൽ തകർത്ത് കളയും എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ വെറുതെയാണ്. ഞാൻ എൻ്റെ ജീവിതം വെച്ചിട്ട് ഞാൻ പറയുക, ധൈര്യമായിട്ട് പുറത്തു പോകുന്നു. ഈ നരകിച്ച് ജീവിക്കുന്നതിലും നല്ലത്
ഇവരങ്ങ് കൊല്ലുന്നതാണ് ഞാൻ പറഞ്ഞിട്ട്. ഇങ്ങനെ നരകിച്ച് നമ്മൾ ജീവിക്കുന്നതിൽ തുറന്നു പറയുക, നിങ്ങളുടെ വീട്ടുകാരോട് പറയുക. വീട്ടുകാർ തീർച്ചയായിട്ടും കുറച്ച് വഴക്കൊക്കെ പറയും, തീർച്ചയായിട്ടും വഴക്ക് പറയായിരിക്കും. എനിക്ക് വീട്ടുകാരോട് പറയാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. ഇത്രയും കൂടെ നിൽക്കുന്ന അച്ചാച്ചി അമ്മയ്ക്കായിട്ടാണെങ്കിൽ പോലും ഞാൻ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത അവരോടുള്ള പേടി കൊണ്ടല്ല, അവർ വിഷമിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ ഞാൻ ആശുപത്രിയിലായത് ഞാൻ ഇതുപോലെ വേദന മാറാൻ മരുന്ന് കഴിച്ച് അതിന് അടിമപ്പെട്ടിട്ട് ജയിൽ പോലൊരിടത്ത് ഞാൻ കുറേ നാൾ ഇങ്ങനെ കിടന്ന് അവരെൻ്റെ അസുഖം ചികിത്സിച്ച് മാറ്റി, ആശുപത്രിയിൽ ചികിത്സിച്ച് മാറ്റി. ഞാൻ ആശുപത്രിയിലാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. കാരണം അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അറിയാം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ മരുന്നിന് അടിമപ്പെട്ടു, ഞാനിവിടെ ഇതുപോലെ ജയിൽ പോലൊരിടത്ത് വന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇതുപോലൊരു ആശുപത്രി ഞാനിത് മരുന്ന് കഴിച്ചിട്ട് ഞാനിതുപോലെ അസുഖം മാറാൻ ആശുപത്രി ദിവസങ്ങളായിട്ട് കിടക്കുകയാണെന്ന് അറിയുമ്പോൾ ഞാൻ എങ്ങനെ വന്ന് വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിലല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ പറയും? ഒന്ന് അത്. രണ്ട്, എങ്ങനെ ഞാൻ ഇക്കാര്യം ഒരു സോഷ്യൽ മീഡിയ വന്നിരുന്നുണ്ട് പെട്ടെന്ന് പറയും വിചാരിക്കുന്ന പോലെ. അപ്പം ഞാനിത് ആശുപത്രിയിലെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് വളരെ വേദനയോടുകൂടി റിയാക്ട് ചെയ്ത ചിലരെ ഞാൻ അറിഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കൂട്ടുകാരും ഇങ്ങനെ പലരും പുറത്ത് പറയാൻ പറ്റാണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി വേദനയോടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഈ റിയാക്ട് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഈ റിയാക്ട് ചെയ്യുന്ന അതേ തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുമെന്നോർത്തിട്ടാണ് തുറന്നു പറയാഞ്ഞത്. എനിക്കാരും ഇല്ലായിരുന്നു തുറന്നു പറയാൻ. സത്യം പറയാൻ എനിക്ക് ആരുമില്ലായിരുന്നു തുറന്നു പറയാൻ. ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ കുഞ്ഞാവയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കുഞ്ഞാവേൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ വീട്ടുകാർ കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞാവയോട് തുറന്നു പറഞ്ഞു. ഇതുപോലൊരിടത്ത് ശരിക്കും പറഞ്ഞാൽ കൂടെ ആളെ നിർത്താൻ അവർ സമ്മതിക്കില്ല. എങ്കിൽ പോലും എന്ത് ധൈര്യത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ കിടന്ന ജയിൽ പോലുള്ളിടത്ത് എൻ്റെ കൂടെ അത്രയും ദിവസവും കുഞ്ഞാവേണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എന്നെ ഇതിൽ നിന്ന് എന്നെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പലരും പറയുന്നുണ്ട് രണ്ടുപേരും എക്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കുറേ ചെയ്യുന്നുണ്ടെന്ന്. അത് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. കണ്ടോട്ടെ, അവർ കാണട്ടെ. കാരണം ആരൊക്കെയോ പറഞ്ഞ പോലെ ഒരാളുടെ കയ്യിലിട്ട് തട്ടിക്കളിച്ചത് അല്ലേ ഇപ്പം എന്താ പറയുന്നത്, ഒരാൾ പിച്ചി കീറി നശിപ്പിച്ച് വേണ്ടാന്ന് വെച്ച സാധനമാണ് അത്. മറ്റൊരാൾ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നെ അതുപോലെ നന്നായിട്ട് നോക്കുന്നുകൊണ്ട് എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്തു ഇതിൽ നിന്നും കൊണ്ടുവരാൻ. ഇല്ലേ ഞാൻ ഒരു പക്ഷേ ആജീവനാന്തം എനിക്ക് എത്ര നാൾ ഞാൻ ഉണ്ടായിട്ടുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി ഞാൻ. എനിക്ക് അവസാനം ഉറങ്ങാൻ പറ്റാണ്ട്, നിങ്ങൾ പറയാം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ശരീരവേദനയാണ്, മേലുവേദന കാരണം. ഇപ്പോൾ ഞാൻ പറയാം ചേച്ചി നമുക്ക് മീൻ പിടിക്കാൻ പോവാം, ഇതിന് പോവാം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് പെയിൻ കില്ലർ കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ശരീരത്തുണ്ടാവും. രണ്ട് പെയിൻ കില്ലർ ഇല്ലെങ്കിൽ എനിക്ക് ശരീരവേദന എന്നെ അതുപോലെ ഉപദ്രവിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വേദന എന്താണെന്ന് കണ്ടെത്തി അങ്ങനെ ചികിത്സിച്ച് അങ്ങനെ നിർബന്ധിച്ച് എന്തൊക്കെ രീതിയിൽ നിർബന്ധിച്ചോ എങ്ങനെയൊക്കെയോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞാവിടെ ഒരൊറ്റ എഫേർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം റിലീവായി. അതായത് എനിക്കിപ്പോൾ ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട, ഉറങ്ങാം, ഒരു ശരീരവേദനയില്ല. ഇപ്പോൾ ആകെ ഫിക്സിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് ദിവസം കൂടെ കഴിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം എൻ്റെ ശരീരത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി എന്താണ് പ്രശ്നമെന്നും എൻ്റെ മനസ്സിനെ അവർ പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സിച്ച് മനസ്സിലാക്കി തന്നു. ഇത് പലർക്കും അറിയായിരിക്കും. പിന്നെ അനുഭവം ഉള്ളവർക്കറിയാം. നമ്മൾ ഇപ്പോൾ തലവേദനയുടെ മരുന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കഴിച്ച് സ്ഥിരമായിട്ട് ഒരെണ്ണം കഴിക്കുന്നവർക്ക് പിന്നെ തോന്നും ഒന്നും പറ്റില്ല, രണ്ടെണ്ണം വേണമെന്ന് തോന്നും. അങ്ങനെ പല രീതിയിൽ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കുക. ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഞാൻ നിങ്ങളെ സഹായിച്ചു തരാം. നിങ്ങൾ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒന്നത്. രണ്ട്, ടോക്സിക് റിലേഷനിലാണ് നിങ്ങളെങ്കിൽ ഇട്ടെറിഞ്ഞ് പോവുക. നമുക്ക് വേണ്ട,
അല്ല, ചില ആൻറ്റിമാരൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ് 10-30 വർഷമായിട്ട് കരഞ്ഞ് ജീവിച്ച് അടി ഉപദ്രവം എല്ലാമായിട്ട് ഭർത്താവിൻ്റെ ഉപദ്രവം കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രായമോ കാര്യമോ ഒന്നും നോക്കണ്ട, പുറത്ത് പോരുക. ഇനി ഇതിൻ്റെ പേരിൽ ഇനി ഇതിനെ റിയാക്ട് ചെയ്തത്, കാരണം അത് റിയാക്ട് ചെയ്യുന്നവർക്ക്, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഇതൊക്കെ ജസ്റ്റ് ഒരു കഥയാണ്. പക്ഷേ ഇപ്പം എനിക്ക് പേടിയാണ്, ഓർക്കും എന്നെ വിറയ്ക്കുക. ഞാൻ ഓരോ ദിവസവും ജീവിച്ച് തീർത്തു എന്നുള്ളത് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ദിവസം എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഈ പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല, പേടിയാണ്. ചില ദിവസം ഇപ്പോഴും ഉറക്കത്തിൽ ഞെട്ടി എണീക്കലും ഞെട്ടൽ ഭയങ്കര, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടെന്ന് ഉറക്കത്തിൽ. ഇപ്പം എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ വളരെ സന്തോഷവും സമാധാനവുമായിരിക്കുന്നു. അപ്പോൾ എന്താണ് പിന്നെ ഞാൻ സഹായിക്കുന്ന കാര്യങ്ങളെപ്പറ്റി, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക. ഞാനേ നിസ്സഹായിരിക്കുമ്പോൾ മറ്റൊരാളെ എനിക്ക് സഹായിക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങളീ പറഞ്ഞ എനിക്ക് വീഡിയോ എടുത്തിടാനുള്ളൊരു, ഇപ്പോൾ കേട്ടാണോ അതോ തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കിപ്പം പല സഹായങ്ങളും ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുന്നില്ല. പിന്നെ ഞാനും മുൻഭർത്താവിൻ്റെ കാര്യം ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഇതിന് മുന്നേ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ അവസ്ഥ പറയേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വളരെ ചുരുക്കി ചെറിയ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നുമല്ല അദ്ദേഹം, ഇതൊന്നുമല്ല. ഇങ്ങനെ ഒരു മനുഷ്യജന്മം ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും ഞാൻ നന്നായിട്ടിപ്പോൾ ഒബ്സർവ് ചെയ്യും. പെട്ടെന്നൊന്നും ഞാൻ ആരെയും വിശ്വസിക്കില്ല. കുറേ സമയം വേണം എനിക്കിപ്പോൾ ആൾക്കാരെ വിശ്വസിക്കാൻ. അതെനിക്ക് ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ്. അപ്പോൾ ഞാൻ ഇനിയും പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് ഇവിടം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ആശുപത്രിയിലായത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെച്ചിട്ട് എന്തെങ്കിലും പിന്നെ പുള്ളിക്ക് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടും, പല യൂട്യൂബേഴ്സിനും പോയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുകയോ അങ്ങനെ വല്ലതും, ചിലപ്പോൾ പോസിറ്റീവ് കമൻറ്റ് ഇട്ടാലും ഇയാൾ തന്നെ പോയിട്ട് മറുപടി കൊടുക്കും, അങ്ങനെ പുള്ളീൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പുള്ളി കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. എന്തുകൊണ്ട് പുള്ളി ഒരു ചാനലിനും ഇപ്പം ഞാൻ പറയുന്ന കള്ളത്തരമാണെന്നോ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കുറേ പേരും പുള്ളിയാണോ ശരിക്കും വേറെ വ്യക്തികളാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കമൻറ്റുകളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട്. പിന്നെ ഞാനും കുഞ്ഞാവയും കൂടെ ചേർന്നുള്ള ചില വീഡിയോസ് ഇടുന്നതാണ് പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളുടെ സന്തോഷമല്ലേ, അത് കണ്ട് സന്തോഷമുള്ളവരും ഉണ്ട്. അതിരുന്നോട്ടെ, അത് അത്ര വൾഗറായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇങ്ങനെയുള്ള ഇഴുകിച്ചേർന്നുള്ള വീഡിയോസൊന്നും ഇടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചില വാക്കൊക്കെ ഞാനിവിടെ ഒന്ന് മാറ്റി പറയട്ടെ. എന്നും ഞാൻ അനുഭവിച്ചാൽ മാത്രം പോരല്ലോ, കുറച്ചൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. സന്തോഷം മറ്റുള്ളവരും കൂടെ ഒന്ന് കാണട്ടെ, കണ്ടവർ കാണട്ടെ. ഇങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രതികാരങ്ങളൊക്കെ ചെയ്യട്ടെ. ഞാൻ അത്രയിലൊക്കെ വേണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളുക, ഇഷ്ടപ്പെടുന്നവർ, അതായത് ഇത് കേട്ട് മനസ്സിലാക്കി ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രായമുള്ളവരോട് ഞാൻ പറയുക, നിങ്ങൾ നിങ്ങളുടെ മക്കളോടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെറിയ പിള്ളേരോടോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ ഇതൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അനുഭവിച്ച വ്യക്തികളുണ്ടെന്ന്. ഒരു പക്ഷേ നിങ്ങളാ പറയുന്ന സമയം അവർ നിങ്ങളോട് തുറന്നു പറയുമായിരിക്കും എന്താണ് അവരനുഭവിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ രാവിലെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരെയും തൊട്ടടുത്തുള്ളവരെയും ഒക്കെ സന്തോഷത്തോടെ ആയിരിക്കും കാണുന്നത്. പക്ഷേ ആ പുറമേ കാണിക്കുന്ന ചിരി, ഇപ്പോൾ രാവിലെ എണീറ്റ് നിങ്ങളടുത്ത് സന്തോഷത്തോടെ വരുന്നു സംസാരിക്കുന്നു, പക്ഷേ ആ തലേരാത്രി അവർ അനുഭവിച്ചിട്ടുണ്ടാവുന്ന എന്തുവാന്നുള്ളതുണ്ടല്ലോ, ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയുമായിരിക്കും എത്രത്തോളം അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് എന്തോ പറയണമെന്ന്. എനിക്ക് ഭയങ്കര ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. കുറേ എനിക്ക് പറയാനുണ്ട്, പക്ഷേ എനിക്കത് പറയാൻ വയ്യ. അതാണ് കാര്യം, എനിക്ക് പറയണ്ട. അപ്പോൾ ഇനി റിയാക്ട് ചെയ്യുന്നവരടുത്ത് റിയാക്ട് ചെയ്യുമോ, നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവ് ഇടുവോ, പോസിറ്റീവ് ഇടുന്നവർ പോസിറ്റീവ് ഇടുവോ, എന്തുവേലും ഒക്കെ ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പറയുന്നവരൊക്കെ പറയട്ടെ, ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാം. എൻ്റെ തൊട്ടടുത്തുള്ളവർക്കും കുറച്ച് പേർക്കെങ്കിലും നമ്മളെ മനസ്സിലാവും. നിങ്ങൾ രക്ഷപ്പെടാനുള്ളവർ ദയവ് ചെയ്ത് രക്ഷപ്പെടുക. നമ്മുടെ ഒരു ജീവിതം ഉള്ളത് കളയരുത്.
അത് കാരണം പകുതി ജീവിതം അല്ല, ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, എന്നെക്കാട്ടി നന്നായിട്ട് ഉപദേശം തരാൻ പറ്റിയ വേറെ ആരുമില്ല. ഇട്ടെറിഞ്ഞു പോ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇവർ പലതും ചെയ്യുമെന്ന് പറയും, ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എന്നാലും അനുഭവിച്ചുകൊണ്ട് കിടക്കണ്ടല്ലോ. എനിക്കതേ പറയാനുള്ളൂ. ബാക്കി പിന്നെ കണ്ടറിയാം അല്ലേ വായിച്ചറിയാം. ബാക്കി കമൻറ്റ് നിങ്ങളൊക്കെ ഇനി വായിച്ചറിയാം. എനിക്ക് ഇത്രേ പറയാവുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ അനുഭവിച്ച കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴൊരു കാര്യം ഓർത്തേ, നമ്മുടെ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മളെ കുട്ടിയെ ദത്തെടുക്കലും ഒക്കെ എന്തായി കാര്യം എന്നുള്ളത്. അതായത് നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കാര്യം. ഞാൻ ഈ വയ്യാണ്ട് ഈ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്തത് ഏറ്റവും നല്ല കാര്യം തന്നെ. അവനിപ്പോൾ അവൻ്റെ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അവനെ അവൻ്റെ അമ്മയുടെ കൂടെ സേഫായിട്ട് നിർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്ക് തന്നെയാണ്. അവർ കണ്ണൂരമ്മൂൻ്റെ എറണാകുളത്തെ വീട്ടിലുണ്ട്, അമ്മു കണ്ണൂരും ഉണ്ട്. അവർ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും. അവൾ നല്ല രീതിയിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞാവ് എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരമ്മവും ചെയ്യുന്നുണ്ട്. കൊച്ചിൻ്റെ അമ്മയുടെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്. അന്നെനിക്ക് എൻ്റെ കൂടെ നിർത്താൻ പറ്റുമായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ തീരെ കുഞ്ഞല്ലേ അവൻ, അവൻ്റെ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. അവർ തമ്മിപ്പോൾ ഒരു കുഴപ്പമില്ല, അവർക്കൊരു പ്രശ്നമില്ലെങ്കിൽ അവരവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാനവിടെ പോവുകയാണെങ്കിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ, എല്ലാവരും എന്നെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യും, കാണും എന്നല്ലാണ്ട് ആർക്കത്ര വേദനയുള്ള വ്യക്തി ആരാന്ന് വെച്ചെങ്കിൽ വാഹനം. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അന്ന് കാട്ടിലൊരു കുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുട്ടി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. കുഞ്ഞിന് തൂക്കക്കുറവ് കുഴപ്പമില്ല. അതെ, കുട്ടി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ കുട്ടിയുമായി ഒറ്റയ്ക്ക് കഴിയുന്നു. കാരണം അതിൻ്റെ ബാക്കിയുള്ളവരൊക്കെ അതിനെ വേണ്ടാന്ന് വെച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എൻ്റെ സഹായം വേണ്ടവർ എന്നെ തേടി എൻ്റെ വീട്ടിലെത്തും, ഇല്ലെങ്കിൽ എത്തിക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ എത്തിക്കുന്നുമുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാതെ, അതായത് കാട്ടിൽ നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യമൊട്ടേ പറയുന്ന പോലെ അവരൊരു കുറച്ച് കുടുംബങ്ങളുണ്ട്. ഈ ഇഷ്യൂ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചില അടുത്ത ബന്ധുക്കൾക്കും ഞാനുമായിട്ട് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ തമ്മിലുള്ളിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർക്കൊക്കെയാണോ സഹായം എത്തിക്കുന്നതെന്ന് വെച്ചാൽ മറ്റു കുടുംബങ്ങളെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത്. കാരണം അവിടെ കുറച്ച് ലോക്കൽ നേതാക്കന്മാരുണ്ട്, അവന്മാർ ചെന്ന് ഇത് പബ്ലിക്കാക്കി, നിങ്ങൾ അവരുടെ സഹായത്തിന് പോയില്ലേ, അല്ലെ അവരിവിടെ വന്നില്ലേ, അങ്ങനെ വന്നില്ലേ, ഞങ്ങൾ വീഡിയോയിൽ കണ്ടു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആരെയാണോ സഹായിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കുഴപ്പം തീരെ ഇല്ലാത്ത, എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് ഉള്ള ചില ആൾക്കാരുണ്ട്. അവരെ മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളൂ. അല്ലാതെ ചിലർ എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത്, ചേച്ചി ഞങ്ങളെ ഇനി വീഡിയോയിൽ കാണിക്കരുത്, പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ കാണിച്ചിട്ടില്ല, കാണിക്കത്തില്ല. എന്തോ ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അവിവേകമായെങ്കിലും തെറ്റായാലോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അനുഭവിച്ചത് ഞാനല്ലേ, അതങ്ങനെ ഉണ്ടാവുള്ളൂ.